ഓക്കെ. അപ്പം അനുഷ്ക ആ ചോദ്യം ഒന്ന് മൊത്തത്തിലൊന്ന് വായിച്ചേ അനുഷ്ക. An object started with a speed of u meter per second and travels along a straight line. If the speed increasing at the rate of a meter per second every second, the distance traveled in time t second is ut plus 1 by 2 at square. The distance traveled in 2 seconds is 10 meter and the distance traveled in 4 seconds is 28 meter. Uh, what was the changing speed? What is the rate at which speed is increasing? ആ ഓക്കെ. അപ്പൊ എന്താണ് അനുഷ്കയെ, നമുക്ക് ഓരോരോ സെന്റൻസ് ആയിട്ട് വായിച്ച് അർത്ഥം പറയാം. ഒന്നാമത്തെ സെന്റൻസ് വായിക്കുക അനുഷ്കയെ. An object started with a speed of u meter per second and traveled. ഒരു വസ്തു സഞ്ചരിച്ചു തുടങ്ങുന്ന സ്പീഡാണ് അവർ ക്വസ്റ്റ്യനിൽ എന്തായി പറഞ്ഞിരിക്കുന്നത്? യു മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഒരു വസ്തു, ഏതൊരു ഒബ്ജക്റ്റ്, അത് സ്റ്റാർട്ട് ചെയ്യുന്ന സ്പീഡ്, അത് യാത്ര തുടങ്ങുമ്പോഴത്തെ വേഗത യു മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഈ വസ്തു എന്ത് രീതിയിലാണ് സഞ്ചരിക്കുന്നത്? ആർക്കും പറയാം, നമ്മൾ കുറച്ച് പേരുള്ളൂ, ആർക്കും പറയാം എന്ത് രീതിയിലാണ് സഞ്ചരിക്കുന്നത്? സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുന്നത്. ഒന്നാമത്തെ സെന്റൻസിന് അർത്ഥം പിടി കിട്ടിയല്ലോ എല്ലാവർക്കും? ഓക്കെ. അനുഷ്ക രണ്ടാമത്തെ സെന്റൻസ്. Is the speed increasing at the rate of a meter per second every second? The distance traveled in time t seconds is ut plus 1 by 2 at square. The dis- ഞാൻ പറയട്ടെ ബാക്കി. ഓക്കെ. അപ്പോ ഈ വസ്തു യു മീറ്റർ പെർ സെക്കൻഡിൽ യാത്ര തുടങ്ങി. പിന്നുള്ള ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും ഇതിന്റെ വേഗത എ മീറ്റർ പെർ സെക്കൻഡ് വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വസ്തു ഇപ്പം 50 മീറ്റർ പെർ സെക്കൻഡിലാണ് യാത്ര തുടങ്ങിയതെന്ന് വിചാരിക്കാം. ഓരോ സെക്കൻഡിലും അതിന്റെ വേഗത 10 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? കൂടുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ യു ആരാണ്, എ ആരാണ്? യു 50 മീറ്റർ പെർ സെക്കൻഡ്. യു 50 മീറ്റർ പെർ സെക്കൻഡ്. എ 10. ഐഡിയ പിടി കിട്ടിയോ? ഇനി ടി സെക്കൻഡ് സമയം കൊണ്ട്, എത്ര സെക്കൻഡാണ്? ടി സെക്കൻഡ് സമയം കൊണ്ട് ഈ വസ്തു സഞ്ചരിക്കുന്ന ദൂരം ഉണ്ടല്ലോ, ടി സെക്കൻഡ് എടുത്തിട്ട് ഇത് സഞ്ചരിക്കുന്ന ദൂരം, ഡിസ്റ്റൻസ്, അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പൊ ടി സെക്കൻഡ് കൊണ്ട് ഈ വസ്തു സഞ്ചരിക്കുന്ന ദൂരം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ഈക്വൽ ഹാഫ് എ ടി സ്ക്വയർ. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അനുഷ്ക അടുത്ത സെന്റൻസ് എന്താണ്? ഓക്കെ, അടുത്ത സെന്റൻസ് എന്താണ്? ഈ വസ്തു 2 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു? 10 മീറ്റർ സഞ്ചരിച്ചു. പിന്നെ പറയുന്നു 4 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു? 28 മീറ്ററും സഞ്ചരിച്ചു. അങ്ങനാണെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? സ്റ്റാർട്ടിംഗ് സ്പീഡ്? സ്റ്റാർട്ടിംഗ് സ്പീഡ് ആരാ? What is the rate at which the speed is increasing? സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ റേറ്റ് അതാരാ? 10 മീറ്റർ.
അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാ. ആ, എയും കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? എയും കണ്ടുപിടിക്കണം. പിന്നെ എല്ലാരും സ്ക്രീനിലോട്ട് നോക്കിക്കേ. എന്താ ചോദ്യം? ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റ് u m/s സ്പീഡിൽ യാത്ര തുടങ്ങി. പിന്നീടുള്ള ഓരോ സെക്കൻഡിലും അതിന്റെ സ്പീഡ് a മീറ്റർ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. t സെക്കൻഡ് സമയം കൊണ്ട് അത് സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാനുള്ള മാത്തമാറ്റിക്കൽ ഫോർമുല ഡിസ്റ്റൻസ് ഈക്വൽ ut പ്ലസ് ഹാഫ് at² എന്നുള്ളതാണ്. 2 സെക്കൻഡ് കൊണ്ട് ഈ വസ്തു 10 മീറ്ററും 4 സെക്കൻഡ് കൊണ്ട് ഈ വസ്തു 28 മീറ്റർ സഞ്ചരിക്കുന്നു. അങ്ങനാണെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്പീഡ് എത്രയാണ്? സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ റേറ്റും കണ്ടുപിടിക്കണം. ഇനി എല്ലാവരും ചോദ്യം ഒന്ന് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ആയെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. എല്ലാവരും മറുപടി പറയണം കേട്ടോ. മനസ്സിലായി സാറേ? മനസ്സിലായി. മനസ്സിലായി സാർ. ഓക്കെ. ദേവനാരായണനും ഹരിനാരായണനും മനസ്സിലായി സാർ. ഓക്കെ. അപ്പൊ നമ്മൾ ആൻസർ എഴുതാൻ പോവാണ്. ചോദ്യം എഴുതാനുള്ള സ്ഥലം ഇട്ടായിരുന്നല്ലോ എല്ലാരും? ഇട്ടു. ഓക്കെ. അതിന്റെ സ്ഥലം വിട്ടതിന്റെ അടുത്ത് സ്ഥലം വിട്ട് കഴിഞ്ഞതിന് ശേഷം ഉള്ളിടത്തോട്ട് ANS ആൻസർ എന്ന് എഴുതാം. എഴുതിയോ? എഴുതി. ഓക്കെ. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഉപകാരപ്പെടുന്ന ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ് ആ ഇക്വേഷൻ? ut പ്ലസ് ഹാഫ് ut പ്ലസ് 1/2 at². അതെന്തുവായിരുന്നു? എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിരുന്നു? അതെ, എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിരുന്നു? ഡിസ്റ്റൻസ് ട്രാവൽ. എഴുതുക ആൻസർ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ t സെക്കൻഡ്സ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ t സെക്കൻഡ്സ് ഈക്വൽ ut പ്ലസ് ഹാഫ് at². അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. കിട്ടിയോ? കിട്ടിയോ? നമ്മുടെ ചോദ്യത്തിലൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. 2 സെക്കൻഡ് കൊണ്ട് ഈ വസ്തു എത്ര ദൂരം സഞ്ചരിക്കുന്നു? 10 മീറ്റർ. അപ്പൊ എഴുതുക when t equal 2 seconds. when t equal 2 seconds. അപ്പോഴത്തെ ഡിസ്റ്റൻസ് എത്ര? 10 മീറ്റർ. ഡിസ്റ്റൻസ് ഈക്വൽ 10 മീറ്റർ എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പൊ ഗിവൺ ആണോ? ഇതങ്ങോട്ട് അണ്ടർലൈൻ ചെയ്യുക. ഈ വിലകൾ നമ്മൾ ഏത് ഇക്വേഷനിലോട്ട് കൊടുക്കണം? ut പ്ലസ് 1/2 into at². അപ്പൊ എഴുതുക ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ്. ഒന്നാമത്തെ ഇക്വേഷനോട് വില കൊടുത്തേ. ഡിസ്റ്റൻസിന്റെ സ്ഥാനത്തോട്ട് എത്ര എഴുതും? ഡിസ്റ്റൻസിന്റെ സ്ഥാനത്തോട്ട് എത്ര എഴുതും? പറഞ്ഞോ. ഡിസ്റ്റൻസിന്റെ സ്ഥാനത്തോട്ട് എത്ര എഴുതും? 10 മീറ്റർ. 10 മതി. 10 ഈക്വൽ u ഇൻറ്റു ടിയുടെ വില. t
ടിയുടെ വില 2 second. 2 പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി സ്ക്വയർ 2 into square. 2 സ്ക്വയർ. അപ്പൊ 10 is equal to u into 2 നമുക്ക് എങ്ങനെ എഴുതാം? 2u. 2u പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 2 സ്ക്വയർ എത്ര? 4. 4. ഈ 2ഉം ഈ 4 കട്ട് ചെയ്താൽ നമുക്ക് 2 എന്ന് എഴുതാമല്ലോ. അപ്പൊ 10 ഈക്വൽ 2u പ്ലസ് എ ഇൻറ്റു 2 a into 2 2a. 2a. നിങ്ങൾ ഈ ഇക്വേഷന്റെ നമ്പറുകളെയൊക്കെ ഒന്ന് നോക്കിക്കേ. 10 2 2 എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഡിസ്പ്ലേ എല്ലാം 2ന്റെ മൾട്ടിപ്പിൾസ്. അപ്പൊ ഡിവൈഡഡ് ബൈ 2 അല്ലേ? അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 10/2 ഈസ് ഈക്വൽ ടു 2u by 2 plus 2a by 2. 2u by 2 plus 2a by 2. 10 divided by 2 എത്ര? 5. ഈക്വൽ 2 കൂടെ കട്ട് ചെയ്ത് പോയാൽ എന്തോ കിട്ടും? a. u. u plus a. ഈ 2 കൂടെ കട്ട് ചെയ്ത് പോയാൽ എന്തോ കിട്ടും? u plus a. അപ്പൊ നമുക്ക് തിരിച്ചെഴുതിയാൽ u plus a is equal to u plus a is equal to 5. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ എത്ര എന്ന് വിളിക്കുക? 5. ഇക്വേഷൻ നമ്പർ 2. അത്രയും വായിച്ചു നോക്കണം. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. ഓക്കെ സാർ. മനസ്സിലായി സാർ. മനസ്സിലായി സാർ. ഓക്കെ. ദേവനാരായണ ഹരിനാരായണ മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു കണ്ടീഷൻ കൂടെ നമ്മുടെ ക്വസ്റ്റിനകത്ത് പറയുന്നില്ലയോ? ഉണ്ട്. അതെന്തോ കണ്ടീഷൻ? and the distance traveled in 4 seconds is 28 meter. അപ്പൊ നമ്മൾ ഇപ്പൊ എഴുതിയതുപോലെ എഴുതുവാണെങ്കിൽ നമുക്ക് എന്തോ പറയാം? 28 is equal to അല്ലല്ല 4 when t is equal to 4 second. എഴുതിക്കോണം. when t is equal to 4 seconds. ഡിസ്റ്റൻസ് equal 28 meter given. 28 meter given. എന്റെ കൂടെ എഴുതുന്നുണ്ടല്ലോ എല്ലാരും അല്ലേ? അണ്ടർലൈൻ ചെയ്യുന്നു. ഇത് നമ്മൾ എവിടോട്ട് കൊണ്ടുപോയി കൊടുക്കുന്നു? ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുന്നു. അപ്പൊ അനുഷ്കെ ഇക്വേഷൻ നമ്പർ 1 ഈ വിലയൊക്കെ ഒന്ന് കൊടുത്തു പറഞ്ഞു. അനുഷ്കെ അനുഷ്ക ഇക്വേഷൻ നമ്പർ 1 implies പേടിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞു. സാധാരണ ക്ലാസ്സിൽ പറഞ്ഞ പോലെ പറയാം. 28 is equal to u into 2 അല്ലല്ലോ, 4 സെക്കൻഡ് അല്ലേ? 4 plus
1/2 into a into 4 square. 4 സ്ക്വയർ. എൻ്റെ കൂടെ എഴുതിക്കോണം. അപ്പൊ 28 is equal to u into 4 എന്ന് പറഞ്ഞാൽ u into 4 എന്ന് പറഞ്ഞാൽ 4u പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 4 സ്ക്വയർ എത്ര? 4ന്റെ സ്ക്വയർ 60. ഈ രണ്ടും ഈ 16 നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 8. So 28 is equal to 4u plus a into 8. അപ്പൊ ഇത് തിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതാം? 4u plus 8a equal 28. ഇവിടെ നിങ്ങൾ നമ്പറുകളൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കേ. 4, 8, 28. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? വേറെ എല്ലാം 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 4 കൊണ്ട്. അപ്പൊ ഡിവൈഡഡ് ബൈ 4. അപ്പൊ 4u by 4 plus 8a by 4 equal 28 by 4. 28 by 4. 4ഉം 4 കട്ട് ചെയ്ത് പോയ u കിട്ടും. 8ഉം 4ഉം കൂടെ കട്ട് ചെയ്താൽ എത്ര കിട്ടും? 2. അപ്പൊ 2a equal 28 by 4 എത്ര? 7. ഇക്വേഷൻ നമ്പർ ഓക്കെ. അപ്പൊ ഇക്വേഷൻ നമ്പർ 3 കിട്ടിയത് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിക്കേ. ഇക്വേഷൻ നമ്പർ 3 കിട്ടിയത് എല്ലാവരും വായിച്ചു നോക്കും. മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടിയത് വായിച്ചു നോക്കുക. മനസ്സിലായെങ്കിൽ ആയി, ഇല്ലെങ്കിൽ ഇല്ല. മനസ്സിലായി സാർ. ഓക്കെ. അപ്പൊ ഇപ്പൊ നമുക്ക് യുവിലും എയിലുമുള്ള എത്ര ഇക്വേഷൻ കിട്ടി? യുവിലും എയിലുമുള്ള എത്ര ഇക്വേഷൻ കിട്ടി? 2 ഇക്വേഷൻസ് കിട്ടി. ഏതൊക്കെ? ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3. നമ്മൾ അത് മാത്രം അങ്ങോട്ട് എടുക്കാൻ പോവാം. നോക്കിക്കോളൂ. ആദ്യം നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എഴുതുന്നു. എന്തുവായിരുന്നു ഇക്വേഷൻ നമ്പർ 3? ഇക്വേഷൻ നമ്പർ 3. അടുത്തത് രണ്ടാമത്തെ ഇക്വേഷൻ u പ്ലസ് a ഈക്വൽ 5. ഇക്വേഷൻ നമ്പർ 2. അപ്പോ നമ്മുടെ ദേവനാരായണൻ ഉണ്ടല്ലോ, ദേവനാരായണൻ, സിംഗിൾ ദേവനാരായണൻ. ദേവനാരായണ, ഈ 2 ഇക്വേഷനോട് എങ്ങനെ സോൾവ് ചെയ്യും? ഈ 2 ഇക്വേഷനും കൂടി എങ്ങനെ സോൾവ് ചെയ്യും? ദേവോ സാറെ വിളിച്ചാ മതിയോ? കൂട്ടിയാൽ എങ്ങനെ ഇത് സോൾവ് ആകുന്നേ? ഈ 2 ഇക്വേഷനിലും യുവിന്റെ കോഎഫിഷ്യന്റ് ഒരുപോലല്ലേ? ഒന്നാമത്തെ ഇക്വേഷനിൽ u എന്ന് പറഞ്ഞാൽ 1u എന്നാണ് അർത്ഥം. രണ്ടാമത്തെ ഇക്വേഷനിലും u എന്ന് പറഞ്ഞാൽ 1u എന്നാണ് അർത്ഥം. അപ്പൊ ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നത്?
മൈനസ് ഇക്വേഷൻ നമ്പർ 3യിൽ നിന്ന് ഇക്വേഷൻ നമ്പർ 2 കുറയ്ക്കണം, സബ്ട്രാക്ട് ചെയ്യണം. യു മൈനസ് യു 0 2a മൈനസ് എ ഈക്വൽ എ 7 മൈനസ് 5 2. 2. അപ്പോ എയുടെ വില എത്രന്ന് കിട്ടി? 2. എ കിട്ടിയാൽ യു കണ്ടുപിടിക്കാൻ നമ്മുടെ ടിൻസിലെ ദേവനാരായണൻ എന്ത് ചെയ്യും? നമ്മള് ഇക്വേഷനിലോട്ട് ഇൻക്ലൂഡ് ചെയ്യണം. put a is equal to 2 in equation number 2. അപ്പൊ ഇക്വേഷൻ നമ്പർ 2 ഇംപ്ലൈസ് പറഞ്ഞാട്ടെ യു പ്ലസ് 2 ഈക്വൽ 5. അപ്പൊ യു ഈക്വൽ 5 minus 2. 5 minus 2 is equal to 3. അപ്പൊ u is equal to 3. ഓക്കെ ആയോ? Okay, sir. അപ്പൊ ഇതൊക്കെ എന്താണ് നമുക്ക് ലാസ്റ്റ് എഴുതി വെക്കണ്ടേ? എന്തുവായിരുന്നു യു എന്ന് പറയുന്നത്? Distance. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. Speed. വാട്ട് വാസ് ദി സ്റ്റാർട്ടിംഗ് സ്പീഡ്? അതല്ലേ യു എന്ന് പറയുന്നത്? അതെ. അപ്പൊ എഴുതുക സ്റ്റാർട്ടിംഗ് സ്പീഡ് ഈക്വൽ യു. യുവിന്റെ വില എത്ര? 3. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. ഇനി അടുത്തത് വാട്ട് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ സ്പീഡ് ഈസ് ഇൻക്രീസിങ്? അതിന് നമ്മൾ എന്തൊന്നും എടുത്തിരുന്നേ? മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ എഴുതുക റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ഇൻക്രീസിങ്. റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ഇൻക്രീസിങ്. എ മീറ്റർ പെർ സെക്കൻഡ് എടുത്തിരുന്നത്. ആ എയുടെ വില എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പൊ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 5ന്റെ എല്ലാത്തിന്റെ ആൻസർ ആയോ? ഇനി എല്ലാവരും ചോദ്യവും ഉത്തരവും വായിച്ചു നോക്കുക. ചോദ്യം വായിക്കണം ആദ്യം, ടെക്സ്റ്റ് നോക്കി ബുക്കിൽ നോക്കി ആൻസർ വായിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. ഓക്കെ. വെരിഫിക്കേഷൻ നമുക്ക് പ്രത്യേകിച്ച് ചെയ്ത് നോക്കാനൊന്നുമില്ല. ഇല്ലാണ്ട് ഈ 2 ഇക്വേഷൻ കൊടുക്കുമ്പോൾ കറക്റ്റ് ആണ് നോക്കാൻ. ഇക്വേഷൻ നമ്പർ 3ഉം ഇക്വേഷൻ നമ്പർ 2ഉം ഉണ്ടല്ലോ. ഇതിൽ രണ്ടിടത്തും കൊടുക്കുമ്പോ കറക്റ്റ് ആണോ നോക്കിയാൽ മാത്രം മതി. ഞാൻ ഇപ്പൊ ഇതിനകത്ത് നോക്കിക്കേ, യുവിന്റെ വില 3 എന്നും എയുടെ വില 2 എന്നും കൊടുക്കാൻ 3 + 2 ഈക്വൽ എത്ര കിട്ടും? 5. അതിന്റെ മുകളിലത്തേനകത്തി 3 + 2 × 2. 2 × 2 എത്ര? 4. 3 + 4 ഈക്വൽ എത്ര കിട്ടും? 7. കറക്റ്റ് അല്ലേ? വേണ്ട, അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇനി ക്വസ്റ്റ്യനും ആൻസറും വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. ശരി. അപ്പൊ നമ്മുടെ ദേവനാരായണൻ എം ഉണ്ടല്ലോ, ആ ദേവനാരായണൻ ആ ചോദ്യം ഒന്ന് വായിച്ചാട്ടെ. 6ാമത്തെ ചോദ്യം. A 2-digit number is equal to 6 times the sum of its digits. The number of got by interchanging the digit is 9 more than 4 times of the sum of the digit. What is the number? ഓക്കെ. ഇനി എന്താണ് ദേവ വായിച്ച ചോദ്യത്തിന്റെ അർത്ഥം? ചോദ്യം ആരെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? ഒരു 2-digit നമ്പർ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 2-digit നമ്പറിന്റെ ചോദ്യം ചെയ്തായിരുന്നില്ലയോ? ഒരു 2-digit നമ്പറിനെ കുറിച്ചാണ് ചോദ്യം. A 2-digit number is equal to 6 times of the sum of its digit. 6 times എന്ന് വെച്ചാൽ 6 into sum of its digits ആണ്.
അപ്പോ ഒരു 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്. ആ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് അതിലെ സം ഓഫ് ദ ഡിജിറ്റ്സ് ഇൻറ്റു 6 ആണ്. അതിലെ ഡിജിറ്റുകളുടെ സമ്മിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് ഈക്വൽ ആണ് ആ 2 ഡിജിറ്റ് നമ്പർ. ഫസ്റ്റ് പോയിന്റ് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. എന്താണ് സെക്കൻഡ് പോയിന്റ്? വായിച്ചാട്ടെ. The number got by interchanging the digit is 9 more than the 4 times of its digit. 4 times sum of the digit. എന്തോ ദേവനാണ് അതിന്റെ അർത്ഥം? ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ് എന്ന് വെച്ചാൽ അർത്ഥം നമ്മൾ ഈ 2 നമ്പറിലെ ഡിജിറ്റുകളെ ഇന്റർചേഞ്ച് ചെയ്യുന്നു. യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റിനെ എടുത്ത് 10th പ്ലേസിൽ കൊണ്ടുവരുന്നു. 10th പ്ലേസിലെ ഡിജിറ്റിനെ എടുത്ത് യൂണിറ്റ് പ്ലേസിൽ കൊണ്ടുവരുന്നു. അപ്പൊ നമുക്കൊരു പുതിയ നമ്പർ കിട്ടുമല്ലോ. അങ്ങനെ കിട്ടുന്ന പുതിയ നമ്പർ എന്ന് പറയുന്നത് 9 മോർ ദാൻ 9 കൂടുതലാണ് ആരേക്കാൾ? 4 ടൈംസ് സം ഓഫ് ദ ഡിജിറ്റ്. അപ്പൊ സം ഓഫ് ദ ഡിജിറ്റിനേക്കാൾ അക്കങ്ങളുടെ തുകയുടെ 4 ടൈംസിനേക്കാൾ 4 മടങ്ങിനേക്കാൾ 9 കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ചോദ്യം? വാട്ട് ഈസ് ദ നമ്പർ? വാട്ട് ഈസ് ദി നമ്പർ? ആരംഭിക്കാമല്ലോ. തുടങ്ങാം. അപ്പൊ നമുക്ക് ആദ്യം യൂണിറ്റ് പ്ലേസിലെയും 10th പ്ലേസിലെയും ഡിജിറ്റിനെ അങ്ങോട്ട് ഫിക്സ് ചെയ്യാം. അപ്പൊ എഴുതിയാട്ടെ. ഡിജിറ്റ് ഇൻ ദി വേണ്ടതില്ല. യൂണിറ്റ് പ്ലേസ് ഈക്വൽ ടു എക്സ്. അടുത്തത് ഡിജിറ്റ് ഇൻ ദി 10th പ്ലേസ് ഈക്വൽ വൈ. രണ്ടൂടെ ചേർത്ത് സപ്പോസ്. അപ്പൊ അങ്ങനാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ 2 ഡിജിറ്റ് നമ്പർ എങ്ങനെ എഴുതുമായിരുന്നു? എങ്ങനെ എഴുതുമായിരുന്നു? 10y plus x. 10y plus x. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ആരും മിണ്ടാതിരിക്കുന്നത്? ഇല്ല. അപ്പൊ എഴുതുക. അപ്പൊ ഇതിനെ കുറിച്ച് ഏതാണ്ട് തുടങ്ങുമ്പോ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. എ 2 ഡിജിറ്റ് നമ്പർ ഈസ് ഈക്വൽ ടു ഞാൻ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ കിടപ്പുണ്ട്. 2 ഡിജിറ്റ് നമ്പർ ഈസ് ഈക്വൽ ടു 6 into sum of its digits. അതങ്ങോട്ട് എടുത്ത് എഴുതിക്കുക. ഏറ്റവും മുകളിൽ കിടക്കുന്ന 2 ഡിജിറ്റ് നമ്പർ ഈസ് ഈക്വൽ ടു 2 ഡിജിറ്റ് എന്ന് എഴുതി വെക്കരുത്. 2 ഡിജിറ്റ് നമ്പർ ഈസ് ഈക്വൽ ടു 6 into sum of the digits. 6 into sum of the digits. ബ്രാക്കറ്റിൽ given. എഴുതിയോ? ഓക്കെ. അപ്പൊ നമ്മുടെ 2 ഡിജിറ്റ് നമ്പറിന്റെ സ്ഥാനത്തോട്ട് നമുക്ക് എന്ത് കൊടുക്കാം? 10y plus x equal 6 into sum of the digit. ഡിജിറ്റുകൾ ആരൊക്കെയാ? എക്സും വൈയും. അപ്പൊ സം ഓഫ് ദ ഡിജിറ്റോ? x plus y. x plus y. ഓക്കെ. അപ്പോ 10y plus x is equal to, ഞാൻ ഈ 6 ഒന്ന് അകത്തോട്ട് ഗുണിക്കുന്നു. 6 into x 6x plus 6y. 6x plus 6y. ഓക്കെ ആണോ? അതെ. ഞാൻ ഈ വലതുവശത്ത് കിടക്കുന്ന 2 ടേമുകളെ കൂടി ഇടതുവശത്തോട്ട് കൊണ്ടുവന്നു. അപ്പൊ 10y plus x. ബാക്കി പറഞ്ഞാട്ടെ.
ബാക്കി പറഞ്ഞോ. വലതുവശത്ത് കിടക്കുന്ന രണ്ട് ടേമുകളെ X minus 6x. എക്സ് മൈനസ് 6x. ഇനി ഒരു പ്ലസ് 6y Minus 6. minus 6y. X 6y. മൈനസ് 6y. 6y. 6y ഈക്വൽ, അവിടാണ് ശ്രദ്ധിച്ച് ഉത്തരം പറയേണ്ടത്. ഈക്വൽ എന്നാണ് കേൾക്കേണ്ടത്. ഈക്വൽ 12y. അല്ല, 0. കാരണം റൈറ്റ് ഹാൻഡ് സൈഡിൽ ആകെ 2 ടേമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് രണ്ടുകൂടെ നമ്മളിപ്പോ എവിടെ കൊണ്ടുപോയി? ലെഫ്റ്റില് കൊണ്ടുപോയി. അപ്പൊ ഇനി റൈറ്റ് ടേം ഒന്നുമില്ല. അപ്പൊ എന്ത് ഉത്തരം വരുന്നത്? 0. 0. സാറേ അങ്ങനെ എഴുതണമെന്നുണ്ടോ? അതുകൊണ്ടോ എഴുതിയില്ല, തെറ്റാ. നോക്ക, 10y നിന്ന് 6y കുറയ്ക്കണം. 10y മൈനസ് 6y എന്തോ വരും? 4y. x മൈനസ് 6x 4x. 5x. എന്ത് 5x? മൈനസ് 5x ഈസ് ഈക്വൽ ടു മൈനസ് 5x ഈസ് ഈക്വൽ ടു 0. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ എത്ര എന്ന് വിളിക്കാം? 1 എന്ന് വിളിക്കാം. ഇത്രയും വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. മനസ്സിലായി സാർ. മനസ്സിലായി സാർ. ഓക്കെ. ഇനി നമുക്ക് ഈ ഡിജിറ്റുകളെ എന്ത് ചെയ്യണം? അടുത്ത സെക്ഷനിൽ ഈ ഡിജിറ്റുകളെ നമുക്ക് എന്ത് ചെയ്യണം? ഇന്റർചേഞ്ച്. അപ്പൊ എഴുതുക അടുത്ത ഹെഡിങ്. The digits are interchanged. The digits are interchanged. The digits are interchanged. ഓക്കെ. അപ്പൊ ഡിജിറ്റുകളെ ഇന്റർചേഞ്ച് ചെയ്താൽ എന്തൊക്കെ കാര്യങ്ങൾ വരും പറഞ്ഞാട്ടെ? അല്ലല്ല, നമ്മൾ അത് സ്റ്റെപ്പ് എഴുതണം. ഡിജിറ്റ് ഇൻ ദി യൂണിറ്റ് പ്ലേസ്. ഡിജിറ്റിന്റെ യൂണിറ്റ് പ്ലേസ് എന്തായിട്ട് മാറും? വൈ. അടുത്തത് ഡിജിറ്റിന്റെ യൂണിറ്റ് പ്ലേസ്. ടെൻത് പ്ലേസ് ഈക്വൽ വൈ ആണോ? എക്സ്. ഡിജിറ്റ് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തില്ലേ? നമ്മൾ തുടങ്ങിയിടത്ത് യൂണിറ്റ് പ്ലേസിന് ഡിജിറ്റ് എക്സ് എന്നും ടെൻത് പ്ലേസിന് ഡിജിറ്റ് വൈ എന്നുമാണ് എടുത്തത്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അപ്പൊ യൂണിറ്റ് പ്ലേസിന് ഡിജിറ്റ് എന്തായി? വൈ ആയി. ടെൻത് പ്ലേസിന് ഡിജിറ്റ് എന്തായി? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ന്യൂ നമ്പർ എന്ത് വരും? ന്യൂ നമ്പർ ഈക്വൽ 10x plus y. 10x plus y. ഓക്കെ ആയോ? ഈ ന്യൂ നമ്പറിൽ എന്തോ ഒരു ബന്ധമുള്ളതായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടല്ലോ. പറഞ്ഞാട്ടെ. Interchanging the digit 9 more than 4 times the sum of the digit. അപ്പൊ നമുക്ക് എന്തോ എഴുതാം? ന്യൂ നമ്പർ ഇസ് ഈക്വൽ ടു
9 പ്ലസ് 9 plus 4 into 4 into Sum of the digit. സം ഓഫ് ദി ഡിജിറ്റ്സ്. ശരിയല്ലേ? ഓക്കെ. അപ്പൊ പറഞ്ഞാട്ടെ ന്യൂ നമ്പർ എത്ര? 10x plus y. അപ്പൊ 10x plus y is equal to 9 plus 4 into സം ഓഫ് ദി ഡിജിറ്റ് പറഞ്ഞാട്ടെ. 10x plus y. സം ഓഫ് ദി ഡിജിറ്റോ? X plus y. അല്ലെങ്കിൽ y plus x. ഓക്കെ. അപ്പോ 10x plus y is equal to 9 plus 4 അകത്തോട്ട് ഗുണിക്കുന്നു. 4 into y. 4y. 4 into x. 4x. ഓക്കെ. അപ്പൊ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന 4y ഞാൻ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുന്നു, 4x ഞാൻ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ ഒന്ന് പറഞ്ഞാട്ടെ 10x plus y അവിടെ ഉണ്ട്. ഇനി വലതുവശത്തു നിന്ന് 4y ലെഫ്റ്റ് ചെല്ലുമ്പോ 10 minus 4y. ഈ 4x ലെഫ്റ്റ് വരുമ്പോ minus 4x. minus 4 ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരുണ്ട്? 9. 9. ഇനി ശ്രദ്ധിച്ചു പറയണം. 10x മൈനസ് 4x minus 6x. ഒന്നുകൂടെ ആലോചിച്ച് പറഞ്ഞു. 6x. 4. വെറും 6x അല്ലേ? 10xൽ നിന്ന് 4x കുറയ്ക്കുക, വലുതിൽ നിന്ന് ചെറുതാ കുറയ്ക്കുന്നത്. അപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത ശ്രദ്ധിച്ചു പറഞ്ഞേ. y മൈനസ് 4y minus 3y. മൈനസ് 3y is equal to 9. 9. ഇവിടെ വന്നിരിക്കുന്ന നമ്പറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. 6, 3, 9. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? 3യുടെ അപ്പൊ നമുക്ക് ഇതിനെ മൊത്തത്തിൽ എത്ര ഡിവൈഡ് ചെയ്യാം? 3 ഡിവൈഡഡ് ബൈ 3. അപ്പൊ എന്തോ കിട്ടും പറഞ്ഞാട്ടെ? 6x by 3 minus 3y by 3 equal 9 by 3 ആണോ? 2x minus y 2x minus 3യും 3യും ക്യാൻസൽ ആയി പോയ y കിട്ടും. y equal 9 by 3 3 by 3. ഇക്വേഷൻ നമ്പർ 2. അപ്പൊ ഇക്വേഷൻ നമ്പർ 2 എല്ലാവരും ഒന്ന് 2 വരെ എല്ലാവരും വായിച്ചു നോക്കുക. മനസ്സിലായെങ്കിൽ ആയെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. സാറേ ഒരു ഡൗട്ട്. ധൈര്യമായിട്ട് ചോദിച്ചോളൂ. സാറേ അതിന്റെ അകത്ത് 2 4x ഇല്ലേ? 2 4x അതെവിടാ നോക്കി? സോറി എഴുതിയതിന് മിസ്റ്റേക്ക് ആയിരുന്നു. സാർ ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ. സാർ മനസ്സിലായി? ഓക്കെ. അപ്പൊ നമുക്കിപ്പം എക്സിലും വൈയിലും ഉള്ള എത്ര ഇക്വേഷൻ കിട്ടി? നമുക്ക് എക്സിലും വൈയിലുമുള്ള എത്ര ഇക്വേഷൻ കിട്ടി? 2 ഇക്വേഷൻ കിട്ടി അല്ലേ? അപ്പോ നമുക്ക് ആ ഇക്വേഷനുകൾ ഒന്ന് എടുത്ത് എഴുതാം. എന്തായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ? 4y minus 5 is equal to 0. അപ്പൊ അതങ്ങോട്ട് ഞാനൊന്ന് ഓർഡറിൽ എഴുതുവാണ്. ഞാൻ ആദ്യം എക്സ് വരത്തക്ക രീതിയിൽ എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതും? 5x minus 4y equals 0. 5x മൈനസ് 4y equals 0. അല്ല, നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറഞ്ഞു. നിങ്ങൾ ഇപ്പൊ എഴുതി വെച്ചേക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞേ 4y minus 5x equals 0. എല്ലാവരുടെ പറയാം. വിഭാസ് എന്ന് പറഞ്ഞേ 4y minus 5x equals 0. 4y minus 5x is equal to 0 എന്നല്ലേ കിട്ടിയിരിക്കണേ? അപ്പൊ എക്സ് ആദ്യം വരത്തക്ക രീതിയിൽ എഴുതുവാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും?
5x minus 4y equals 0. അയ്യോ തെറ്റാ. സൈൻ ഒന്നും കളയരുത്. സൈൻ അല്ല മോള്. minus -5x 5x ഉം. plus 4y equals 0. പ്ലസ് 4y ഈക്വൽ 0 ആണോ? ആ അത് ഇക്വേഷൻ എത്രയായിരുന്നു? 1. 1. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മുടെ ദേവനാരായണൻ എന്ന് പറഞ്ഞു. 2x minus y equal 3. 2x മൈനസ് y ഈക്വൽ 3. ഇക്വേഷൻ നമ്പർ 2. അപ്പൊ ഇത് രണ്ടും കൂടെ നമുക്ക് സോൾവ് ചെയ്യണം. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. എങ്ങനെ സോൾവ് ചെയ്യും? നമ്മൾ ആദ്യം സാർ അഡീഷൻ. ഒരു സെക്കൻഡ്. ഒന്നാമത്തെ ഇക്വേഷനിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് എത്ര? -5. -5. രണ്ടാമത്തെ ഇക്വേഷനിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് എത്ര? 2. 2. അപ്പൊ അത് രണ്ടും ഒരുപോലെ അല്ലല്ലോ. അല്ലല്ല. ഒന്നാമത്തെ ഇക്വേഷനിലെ വൈയുടെ കോഎഫിഷ്യന്റ് 4y. 4y. രണ്ടാമത്തെ ഇക്വേഷനിലെ വൈയുടെ കോഎഫിഷ്യന്റ് minus y. Minus y. അപ്പൊ അതും ഒരുപോലെ അല്ലല്ലോ. അല്ല. അപ്പൊ സോൾവ് ചെയ്യണമെങ്കിൽ ഇതിൽ ആരുടെയെങ്കിലും ഒരാളുടെ കോഎഫിഷ്യന്റ് ഒരുപോലെ വരണം. എന്താണ് അതിനുള്ള മാർഗം? സാറേ ഇക്വേഷൻ 1 into 2 ഈക്വൽ അപ്പം ഇക്വേഷൻ 10x ഇക്വേഷൻ 2 into 5. വേണ്ട. ഇക്വേഷൻ നമ്പർ 2 നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇക്വേഷൻ നമ്പർ 2 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 4 കൊണ്ട്. അപ്പോ ഞാൻ പറയുന്ന ആള് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പറയുക. നമ്മുടെ ദേവനാരായണൻ എം ഇക്വേഷൻ നമ്പർ 2 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞാട്ടെ. 8x minus 4y equal 12. ഇക്വേഷൻ നമ്പർ 3. അപ്പൊ ഈ ഇക്വേഷൻ നമ്പർ 3 യഥാർത്ഥത്തിൽ ആര് തന്നെയാണ്? ഇക്വേഷൻ നമ്പർ 2. ഇതിന്റെ ചുവട്ടിലോട്ട് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എടുത്തിരുന്നു. ഫസ്റ്റ് ഇക്വേഷൻ ആരാ? -5x plus 4y equal 0. 4y equal 0. ഇക്വേഷൻ നമ്പർ എത്രയാണ്? 1. അപ്പൊ ഇത് രണ്ടും കൂടെ നമുക്ക് സോൾവ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഹരിനാരായണ ഇത് എന്ത് ചെയ്താൽ ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യാൻ പറ്റും? വേണ്ട. -4y പ്ലസ് 4y ഉണ്ട്. ക്യാൻസൽ ചെയ്യാനുള്ള മാർഗം എന്താ മാർഗം? അഡീഷൻ ചെയ്യാം. അതില്ലോ. അപ്പോ ഇക്വേഷൻ നമ്പർ 3 പ്ലസ് ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ്, ശ്രദ്ധിച്ചു പറയണം, 8x -5x കൂടെ ആഡ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 3x. പ്ലസോ മൈനസോ? പോസിറ്റീവാ. വൈയുടെ ടേം അങ്ങ് ക്യാൻസൽ ആയി പോവല്ലോ. 12ഉം 0 കൂടെ ആഡ് ചെയ്താൽ 12. അപ്പൊ x ഈക്വൽ 4. ആരുടെ വില കിട്ടി? എക്സിന്റെ. എക്സിന്റെ വില കിട്ടിയാൽ വൈയുടെ വില കിട്ടാനുള്ള മാർഗം പുട്ട് x equal 4 in equation 1. അപ്പൊ എഴുതുക പുട്ട് x ഈക്വൽ 4 ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് 2x. അപ്പൊ 2 into 4 minus y is equal to 3. 2 into 4 എത്ര? 8. അപ്പൊ 8 minus y is equal to 3 ആണോ? എന്തോ മൈനസ് വൈയെ നമ്മൾ റൈറ്റിൽ കൊണ്ടുപോകുന്നു, 3യെ നമ്മൾ ലെഫ്റ്റിൽ കൊണ്ടുവരുന്നു. പറഞ്ഞു 8 minus 3 equal y. -3 equal y. 8 minus 3 എത്ര? 5 equal y. 5 equal y. തിരിച്ചെഴുതിയാൽ y equal 5. y equal 5. y equal 5. നമുക്ക് എക്സും വൈയും കിട്ടിയല്ലോ അല്ലയോ? അപ്പൊ നമ്മുടെ എക്സും വൈയും എന്തുവായിരുന്നു? ഡിജിറ്റ്സ്. എഴുതുക. ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ് ഈക്വൽ
digit in the unit place equal digit in the unit place equal place equal x equal c equal 4. 4. Digit in the 10th place equal y equal 5. y equal 5. അപ്പൊ നമ്മുടെ നമ്പർ ഏതാ? 45. 45. യൂണിറ്റ് പ്ലേസിലെ നമ്പർ 4ഉം 10th പ്ലേസിലെ നമ്പർ 5ഉം വന്ന 45 ആവുന്ന നമ്പർ അല്ല 54. 54. നമ്പർ ഏതാണ്? 54. അപ്പൊ നമുക്ക് സാറ് ഒരു കാര്യം പറയാനുണ്ട്. ഇക്വേഷൻ നമ്പർ 1 കൊടുത്തേക്കുന്നത്, പക്ഷെ അവിടെ എഴുതിയേക്കുന്നത് 2. ഇക്വേഷൻ നമ്പർ 2 എഴുതിയേക്കുന്നത്. ഇക്വേഷൻ നമ്പർ 1 കൊടുത്തേക്കുന്നത്, പക്ഷെ അവിടെ 2 എഴുതിയേക്കുന്നത് സോൾവ് ചെയ്യാൻ നേരത്ത്. അതായത് എക്സിന്റെ വില 4 എന്ന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുന്നതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ വില കൊടുത്തേക്കുന്നത് രണ്ടാമത്തെ ഇക്വേഷനിലാണ്. ഓക്കെ, അവിടെ കറക്റ്റ് ചെയ്തു. ഇക്വേഷൻ നമ്പർ 2 കൊടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, കറക്റ്റ്. നമ്മുടെ നമ്പർ എത്ര? 54. ഓക്കെ, ശരി. പ്രോബ്ലം മനസ്സിലായ എല്ലാവർക്കും? ചോദ്യവും ഉത്തരവും വായിച്ചു നോക്കുക. മനസ്സിലായെങ്കിൽ ആയെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക.